അല്ല, അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, എന്തായിരിക്കും പറയാൻ പോകുക എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പോൾ അന്ന് ഇവരെടുത്തുകൊണ്ട് ഇത് പോകുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് CPM ഹാൻഡിലുകൾ പ്രതിപക്ഷം വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളത് വിവാദമാക്കാനാണ് ഞങ്ങളല്ല തുടങ്ങിയത്. യഥാർത്ഥത്തിൽ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, പിന്നെ മനോരമ, 2-3 പത്രങ്ങൾ, ആദ്യം ദേശാഭിമാനിയുണ്ട്, ഈ പത്രങ്ങളെല്ലാം വാർത്ത കൊടുത്തു. ദൃശ്യമാധ്യമങ്ങൾ ആദ്യം കൊടുത്തില്ല എന്ന് തോന്നുന്നു. ആദ്യം അച്ചടി മാധ്യമങ്ങളിലാണ് വന്നത്. ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു, ഹെലികോപ്റ്റർ തിരിച്ചു പോകേണ്ടി വന്ന കാര്യം ഇതിനു വേണ്ടിയാണ് എന്ന് ആ പത്രങ്ങളല്ലേ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് എല്ലാവരും എത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വിവാദമായി കഴിഞ്ഞപ്പോൾ നേരെ തെന്നിമാറാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഇൻവെസ്റ്ററെ കാണാനാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അതീവ രഹസ്യമായി വന്ന് കാണുന്നു, അത് മറ്റ് സ്റ്റേറ്റുകൾ തട്ടിക്കൊണ്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ കാണുന്നത് ടീമായിട്ടാണ് കാണാം. പ്രിൻസിപ്പൽ സെക്രട്ടറി, KSIDC ചെയർമാൻ, കിൻഫ്ര MD, ഇവരെല്ലാവരും ഇരുന്നിട്ടാണ് മീറ്റ് ദ ഇൻവെസ്റ്റർ എന്ന പരിപാടിയിലാണ്. സാധാരണ ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ചോദിക്കും. അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആണ് സാധാരണ ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിന് കൊടുക്കേണ്ടി വരിക. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ കൊച്ചിയിൽ തന്നെ വന്ന് വേറെ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണണമെങ്കിൽ അങ്ങനെയും കാണേണ്ടതുണ്ട്. അപ്പോൾ മറ്റാരും അറിയാതെ അത് വരുമ്പോൾ അദ്ദേഹം അത് സർപ്രൈസോടുകൂടി കുറച്ച് നാൾ കഴിഞ്ഞ് വരട്ടെ. പക്ഷേ ഇതിൽ വന്നത്, ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനുവേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കുറേ കൂടി വൈകാരികമായിട്ടാണ് പ്രതീക്ഷിച്ചത്. അത്രയും ഇന്ന് അതിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇന്നാണ് ഉന്നതതല യോഗം നടന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ആ യോഗം നേരത്തെ നടന്നെങ്കിൽ ഈ ബ്രീഫിംഗ് നേരത്തെ ഉണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനി നടന്നെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെച്ച് തന്നെ ഉന്നതതല യോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഉന്നതതല യോഗം നടന്നതായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള അത്തരം മുന്നറിയിപ്പുകളൊന്നും തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഇന്ന് രാവിലെ ചില ചാനലുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ഭക്ഷണം വിവാദം, ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയും ഞാൻ ഭക്ഷണം കഴിച്ച് കുഴപ്പമായോ, നേരത്തെ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് 2 ജില്ലകളും അത് റെഡ് അലർട്ട് മാത്രമല്ല എക്സ്ട്രീംലി ഹെവി റെയിൻസ് എന്നാണ് ഇവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള പ്രഡിക്ഷൻ പറയുന്നത്. എന്നുവെച്ചാൽ 204 മറ്റോ മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അപ്പോൾ അദ്ദേഹം 3 മണിക്ക് എത്തിയിട്ട് വൈകിയാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിയെങ്കിൽ അതിനൊക്കെ ഗൗരവമായി. കാരണം ഞാൻ ആ വീഡിയോ ഗൃഹനാഥൻ ആതിഥേയൻ റീൽ ഇറക്കിയതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ പോലീസ് ചീഫ് കാത്തിരിക്കുകയാണ്, വനിതാ പോലീസ് ചീഫ് ആ ചിത്രത്തിലുണ്ട്, അവർ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ, അതും നല്ലത് തന്നെ. ഈ തിരക്കുകൾക്കിടയിലും ചെറിയ സ്ഥാപനങ്ങളോ ഇന്നോവേഷനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അത്രയും ത്യാഗം സഹിച്ചു പോകുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയും എക്സ്ട്രീംലി ഹെവി റെയിൻസാണ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും പോലീസിൻ്റെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഞാൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം പറയാൻ പോകുമ്പോൾ ഇതായിരിക്കും, ഞാൻ ഭക്ഷണം കഴിച്ചതാണോ കുഴപ്പം. ഭക്ഷണം കഴിക്കുമ്പോഴോ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഉദ്യോഗസ്ഥ സംവിധാനം അവരെല്ലാവരും ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ജില്ലാ പോലീസ് സൂപ്രണ്ടും സിറ്റി കമ്മീഷണറും എല്ലാം ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ അവിടെ നിൽക്കുകയാണ്. വൈകി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിനൊക്കെ ഗൗരവമായി. ഇവർ ഇത്ര നേരം അവിടെ കാത്തു നിന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോൾ തന്നെ സ്വീകരിക്കുന്നത് പോലീസ് സൂപ്രണ്ടാണ്. അപ്പോൾ ഭരണ സംവിധാനം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇത്തരം സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടത് പോലീസാണ്. എല്ലാ ഏകോപനം ജില്ലാ കളക്ടറെടുത്തും പോലീസ് വളരെ പ്രധാനപ്പെട്ട റോളാണ് നിർവഹിക്കേണ്ടത്. അതിൻ്റെ എല്ലാ ആളുകളും അവിടെ കാത്തു നിൽക്കുന്നു. ഇതാണ് ഭരണ സംവിധാനത്തിന് പറ്റുന്നത്. ഈ ഘട്ടത്തിലല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവിടെ പോകുന്നു, മറ്റ് പരിപാടികൾക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വയ്ക്കേണ്ട ഗൗരവമുണ്ടോ, മാറ്റി വയ്ക്കാതെ നടത്താൻ പറ്റുമോ, അതൊക്കെ മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ നിൽക്കല്ലേ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം എന്താ? പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പറയാമായിരുന്നു ഒന്നുകൂടി, ഞാനിങ്ങനെ വളരെ മിതത്വം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗൗരവമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, ഞാൻ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് ജനങ്ങൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്നൊരു സന്ദേശം നൽകാനായിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്.
അതോടുകൂടി ആളുകൾക്ക് തോന്നും ടെൻഷൻ അടിച്ച് വെറുതെ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലായാലും മുഖ്യമന്ത്രി പോലും വളരെ ഇതോടുകൂടി അവിടെ വരെ ഓടിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ വരെ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും അത് ആളുകൾ ഇടുകയും ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരു സന്ദേശം നൽകാനായിരിക്കും, ആളുകൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള സന്ദേശം നൽകാനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. അതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്ര നടത്തി ഞാൻ വിമർശിച്ചിട്ടുണ്ടോ? എത്ര ഫയലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ സന്ദർഭത്തിൽ? മുഖ്യമന്ത്രിയുടെ ദൂർത്ത് എത്ര അന്നത്തെ ഒരു ഇന്നത്തേക്കാൾ തീവ്രമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ അപ്പോൾ പറയണം അന്ന് പറഞ്ഞത് ഇങ്ങനെ പെസകായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ സ്പെയിൻ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഫൈനലിൽ, അർജൻറ്റീനയ്ക്ക് പന്ത് കിട്ടുന്നില്ല. അപ്പോൾ ഗാലറിയിൽ നമുക്ക് തോന്നി ഈ സ്പെയിൻ്റെ ആ കളിക്കാരൻ അങ്ങോട്ടൊരു ഒഴിവെടുപ്പുണ്ടായിരുന്നു, ഒരു ക്രോസ് ഇട്ടിരുന്നെങ്കിൽ അയാളുടെ കാലിൽ വന്നെങ്കിൽ അപ്പോൾ ഒരു ഗോൾ അടിച്ച് തന്നെ ഗാലറിയിലിരിക്കും. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിയുമ്പോഴും വരണ പന്ത് നെഞ്ചുകൊണ്ട് തടക്കണോ കാലുകൊണ്ട് തടക്കണോ തലോണ്ട് പിടിക്കണോ എന്ന് പിടിയില്ലാതെ ആകെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഗാലറി ഇരുന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് അന്ന് പറഞ്ഞൊന്നും കണക്കിലെടുക്കേണ്ടതില്ല എന്ന് കൂടി പറഞ്ഞാൽ കുറേ കൂടി വ്യക്തത ജനങ്ങൾക്ക് ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ എന്നും ഇങ്ങനെ നിങ്ങളോട് പ്രതികരിക്കുന്നതിന് ഒരു ഇതാണ്. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ഇതായിരിക്കും വരാൻ പോകുന്നത്. ഇന്നലെ നിങ്ങളോടും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്.